السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗ്രന്ഥം കിഷ്തി നൂഹിൽ പറയുന്നു, നിങ്ങളുടെ അസ്തിത്വത്തിൽ സമ്പൂർണമായ പരിവർത്തനം ഉണ്ടാകണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുകയും നിങ്ങളിൽ നിന്ന് ഒരു മരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ എത്രയും വേഗം പരസ്പരം ഐക്യപ്പെടുകയും നിങ്ങളുടെ സഹോദരങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തുകൊടുക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ തന്റെ സഹോദരനുമായി ഐക്യത്തിന് ഇഷ്ടപ്പെടാത്ത മനുഷ്യൻ ദുഷ്ടനാണ്. അവൻ മുറിച്ചു നീക്കപ്പെടും, കാരണം അവൻ ഭിന്നിപ്പുണ്ടാക്കുന്നു. പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയാശകളെ എല്ലാ വശത്തൂടെയും ഉപേക്ഷിക്കുകയും പരസ്പരമുള്ള വെറുപ്പ് കൈവെടിയുകയും ചെയ്യുക. നിങ്ങൾ പൊറുക്കപ്പെടുന്നവരാകുന്നതിനു വേണ്ടി സത്യവാൻമാരായിക്കൊണ്ട് വ്യാജനെപ്പോലെ വിനയം കൈക്കൊള്ളുക. ഏതൊരു വാതിലിലൂടെ നിങ്ങൾ വിളിക്കപ്പെടുമോ അതിലൂടെ കടക്കാൻ വണ്ണമുള്ള ഒരു മനുഷ്യന് സാധ്യമല്ലാത്തതിനാൽ ശരീരേച്ഛകളുടെ വണ്ണം ഉപേക്ഷിക്കുക. സ്വന്തം സഹോദരന്റെ തെറ്റുകുറ്റങ്ങൾ അധികമായി പുറത്തു കൊടുക്കുന്നതാരോ അയാളാണ് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ. ഈ ഉദ്ധരണി വിവിധ പ്രസംഗങ്ങളിൽ, ദർസുകളിൽ അധികവും ജമാഅത്ത് അംഗങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാറുള്ളതാണ്. സത്യവാനായിക്കൊണ്ട് വ്യാജനെപ്പോലെ വിനയം കൈക്കൊള്ളുക എന്ന വാചകം അധികം അഹമ്മദികളും വിവിധ അവസരങ്ങളിൽ ഈ കാര്യം ഉന്നയിക്കാറുണ്ട്. എന്നല്ല, പരസ്പരമുള്ള പ്രശ്നങ്ങളുടെ വിശദ വിവരം വിവരിക്കുമ്പോൾ എനിക്കും എഴുതുന്നു, ഞങ്ങൾ അത്തരം രീതിയാണ് അവലംബിച്ചത്. എന്നാൽ മറുകക്ഷി എന്നിട്ടും ഞങ്ങളോട് അക്രമപരമായ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഖസായെക്കുറിച്ചും കലഹങ്ങൾ മൂലമുള്ള കേസുകളെക്കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകൾ അത് അവിടുന്ന് തന്റെ അധ്യാപനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവരിൽ നിന്നുള്ള പ്രതീക്ഷയും അവർക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയുടെ പ്രകടനവും ആണ്. മനുഷ്യൻ കിഷ്തി നൂഹിൽ അധ്യാപനങ്ങളുടെ പൂർണ്ണരൂപം വായിക്കുമ്പോൾ വിറച്ചുപോകുന്നു.
ഞാൻ പറഞ്ഞതുപോലെ ഈ ഏതാനും വാക്കുകൾ പോലും പല പ്രാവശ്യം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. എന്നിട്ടും നമ്മളിൽ ചിലരുണ്ട്, അവർ മാപ്പ് നൽകാനും രഞ്ജിപ്പിനായി നീട്ടിയിരിക്കുന്ന കൈ സ്വീകരിക്കാനും തയ്യാറാവുകയില്ല. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ചിലർ പറയുന്നു, ഞങ്ങൾ വിനയം കൈക്കൊള്ളുന്നു, രഞ്ജിപ്പിനായി എല്ലാ പ്രശ്നങ്ങളും സ്വീകരിക്കുന്നു. എന്നിട്ടും മറുകക്ഷി അക്രമത്തിന്റെ ഭാഗം അവലംബിക്കുന്നു. അഥവാ യഥാർത്ഥത്തിൽ മറുകക്ഷി അതുപോലെയാണ് എങ്കിൽ, ഏതുപോലെ അവർ പറയുന്നുവോ അങ്ങനെയെങ്കിൽ അവർ തങ്ങളുടെ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അവർ മുറിച്ചു നീക്കപ്പെടും. അതോടൊപ്പം തന്നെ ഇതുകൂടി പറയുന്നു, നിർഭാഗ്യവാനാണ് അയാൾ ആരാണോ ദുശ്ശാഠ്യം കാണിക്കുകയും പുറത്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. അവർ ആരാണോ ദുശ്ശാഠ്യം കാണിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ താക്കീതാണിത്. അവർ ചിന്തിക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്ന് ഈ ഒരു പ്രതിജ്ഞയുണ്ട്. നാം ഇപ്രകാരം പ്രതിജ്ഞ ചെയ്യുന്നു, ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുകയില്ല, ശരീരേച്ഛയുടെ വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും, മറുഭാഗത്ത് രഞ്ജിപ്പിൽ നിന്ന് പോലും വിട്ടുനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ബൈഅത്തിന്റെ പ്രതിജ്ഞയിൽ നിന്നുള്ള ദൂരപ്പെടലാണ് ഇത്. ബൈഅത്തിന്റെ നിബന്ധനകളെ പാലിക്കുകയല്ല ചെയ്യുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ പറയുന്നു, നമ്മുടെ ജമാഅത്ത് കേവലം സംസാരത്തിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്, വാക്കുകൾ കൊണ്ട് മാത്രം തങ്ങളെ അഹ്മദികളായി തെളിയിക്കുകയല്ല വേണ്ടത്, മറിച്ച് ബൈഅത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം പൂർത്തിയാക്കുന്നവരായി തീരുക. അവിടുന്ന് പറയുന്നു, ആന്തരികമായ പരിവർത്തനം ഉണ്ടാകണം. കേവലം മസ്അലകൾ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയില്ല. അവിടുന്ന് പറയുന്നു, അഥവാ ആന്തരികമായ പരിവർത്തനം ഇല്ല എങ്കിൽ നിങ്ങളിലും നിങ്ങളുടെ അന്യരിലും ഒരു വ്യത്യാസവും ഇല്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വ്യക്തമായും പറയുകയുണ്ടായി, ബൈഅത്തിന്റെ ഉദ്ദേശം പൂർത്തിയാക്കാതെ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ ദാസരോടുള്ള കടമകളുടെ നിർവഹണവും രഞ്ജിപ്പും സമവായവും അനിവാര്യമാണ്. അവിടുന്ന് തന്റെ അവസ്ഥയുടെ ചിത്രം കോറിയിട്ടുകൊണ്ട് ഈ കാര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങയിൽ എത്രമാത്രം വിശാല മനസ്കതയും മാപ്പ് നൽകാനുള്ള ശക്തിയും ഉണ്ട്, ഈ കാര്യം വിവരിച്ചുകൊണ്ട് തന്നെക്കുറിച്ച് പറയുന്നു, ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അഥവാ ഏതെങ്കിലും ഒരാൾ എന്നെ ആയിരക്കണക്കിന് തവണ ദജ്ജാൽ എന്നും കസ്സാബ് എന്നും വിളിച്ചിട്ടുണ്ടെങ്കിലും, എന്നെ എതിർക്കുന്നതിൽ എല്ലാവിധത്തിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും, അയാൾ രഞ്ജിപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഈ ഒരു ചിന്ത പോലും ഉണ്ടാവുകയില്ല, ഉണ്ടാകാൻ സാധ്യവുമല്ല, അയാൾ എന്നെ എന്താണ് പറഞ്ഞത്, എന്നോട് ഏതു വിധത്തിലാണ് പെരുമാറിയത്. വീണ്ടും അവിടുന്ന് നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, എന്റെ ഉപദേശം ഇതാണ്, രണ്ട് കാര്യങ്ങൾ ഓർത്തുവെക്കുക. ഒന്ന് അള്ളാഹുവിനെ ഭയപ്പെടുക, മറ്റൊന്ന് തങ്ങളുടെ സഹോദരന്മാരോട് ഈ വിധത്തിൽ അനുകമ്പ കാണിക്കുക ഏതുപോലെ സ്വന്തത്തോട് കാണിക്കുന്നുവോ. ഏതൊന്നാണോ തനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങളോട് അനുകമ്പ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേ പെരുമാറ്റം തങ്ങളുടെ സഹോദരന്മാരോടും കാണിക്കുക. പറയുന്നു, അഥവാ ആരിൽ നിന്നെങ്കിലും ഏതെങ്കിലും തെറ്റോ വീഴ്ചയോ ഉണ്ടായാൽ അയാൾക്ക് മാപ്പ് നൽകേണ്ടതാണ്. അതല്ലാതെ അയാളോട് കൂടുതൽ യുദ്ധം ചെയ്യുകയും വിദ്വേഷത്തിന്റെ ശീലമുണ്ടാക്കുകയുമല്ല വേണ്ടത്. നാം എപ്പോഴും ഈ കാര്യം മുമ്പിൽ വെക്കേണ്ടതാണ്. ഇന്നത്തെ ഈ ലോകത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഫിത്നയുടെയും കുഴപ്പത്തിന്റെയും അവസ്ഥയാണുള്ളത്. നാം നമ്മെ സ്വയം
ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നുകൊണ്ട് हिसार में आया हुआ समझ ഒരു കോട്ടയിൽ പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. पर शुक्र करते हैं। ഈ കാര്യത്തിനായി നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മെ ലോകത്തിലെ പൊതുവിലുള്ള महफूज रखा हुआ ഫസാദുകളുടെ അവസ്ഥയിൽ നിന്ന് സുരക്ഷിതമാക്കിയിരിക്കുന്നു. है। हम उस वक्त महफूज हो सकते हैं നാം യഥാർത്ഥത്തിൽ സുരക്ഷിതരായി അപ്പോഴായിരിക്കും മാറുക എപ്പോഴാണോ നാം ഈ ഒരു ചിന്ത ഉള്ളവരായി മാറുന്നത്. जायज मामला നമ്മുടെ അനുവദനീയമായ കാര്യങ്ങളിലും मामलात पढ़ने पर മറ്റുള്ളവരുമായി ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ और सुलूक की സൗമ്യതയുടെ രീതി നാം അവലംബിക്കേണ്ടതാണ്. രഞ്ജിപ്പിന് അസ്ഥിവാരം കുറിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ നമ്മുടെ വാക്കുകൾ കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കും. നമ്മുടെ വാദം കേവലം വാദത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും. നമുക്ക് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടായി എന്ന്. ഇത് നമ്മുടെ ഒരു വാദം ആയിരിക്കും, എന്നാൽ യാഥാർത്ഥ്യമായി ഇതിന് ബന്ധം ഉണ്ടായിരിക്കുകയില്ല. പ്രയോജനം वक्त होगा അപ്പോഴായിരിക്കും ഉണ്ടാവുക हर खुल्क എപ്പോഴാണോ ഉന്നത സ്വഭാവങ്ങളിലെ ഓരോ സ്വഭാവവും दिखा रहा होगा। നമ്മളിൽ അതിന്റെ തിളക്കം കാണിക്കുന്നത്. हमदर्दी खल्क और सुलह एक ऐसा खुल्क है സൃഷ്ടികളോടുള്ള അനുകമ്പ, രഞ്ജിപ്പ് എന്നിവ बार बार नसीहत അത്തരത്തിലുള്ള ഒരു സ്വഭാവമാണ്. और सारे अहमदी को അത് സ്വായത്തമാക്കാൻ നമ്മോട് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ കൂടെ ഉപദേശിച്ചിട്ടുണ്ട്. ഓരോ അഹമ്മദിയും ഈ കാര്യത്തിലേക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങയുടെ മറ്റു പല ഉദ്ധരണികളിലും കൂടെ കൂടെ അങ്ങയുടെ ഗ്രന്ഥങ്ങളിലും മൽഫൂസാത്തുകളിലും ഇത്തരം പരാമർശങ്ങളുണ്ട്. ഹദീസിൽ വരുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, एक दूसरे को पिछाड़ते हैं। असल पहलवान മറ്റുള്ളവരെ വീഴ്ത്തുന്നവനല്ല ശക്തമാനായ ഫയൽവാൻ. യഥാർത്ഥത്തിൽ ഫയൽവാൻ കോപത്തിന്റെ സമയത്ത് തന്നെ നിയന്ത്രിക്കുന്നവനാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രൗഢി. ഇത്തരത്തിലുള്ള ഉന്നതമായ സ്വഭാവങ്ങളുടെ പ്രകടനം കാണിക്കുക. കോപത്തിന്റെ അവസ്ഥയിൽ होना चाहिए। തങ്ങളുടെ മേൽ കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടതാണ്. कभी कोई काफिर इस बात पर अमल नहीं कर എപ്പോഴെങ്കിലും ഒരു നിഷേധിക്ക് ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. वाकयात ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം ഉണ്ട്. അദ്ദേഹം തന്റെ ശത്രുവിനെ താഴെ വീഴ്ത്തി അയാളുടെ മുകളിൽ കയറിയിരുന്നു. അയാളെ വധിക്കാനായി പോവുകയായിരുന്നു. അയാൾ അങ്ങയുടെ മുഖത്തേക്ക് തുപ്പി. അങ്ങ് അയാളിൽ നിന്ന് വിട്ടുമാറി. आपने मुझे छोड़ അയാൾ ചോദിച്ചു, അത്തരം ഒരവസ്ഥയിൽ താങ്കൾ എന്നെ എന്തുകൊണ്ടാണ് വെറുതെ വിട്ടത്? അവിടുന്ന് പറഞ്ഞു, അതിനുള്ള കാരണം ആദ്യം ഞാൻ നിന്നോട് ഇസ്ലാമിന്റെ ശത്രു ആയതുകൊണ്ട് ഇസ്ലാമിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് വധിക്കാൻ ഒരുങ്ങിയത്. എന്നാൽ ഇപ്പോൾ നീ എന്റെ മുഖത്തേക്ക് തുപ്പിയിരിക്കുന്നു. എന്റെ വ്യക്തിപരമായ കാര്യം അതിൽ ഉൾപ്പെട്ടു. ഞാൻ എനിക്ക് എന്റെ നഫ്സിനു വേണ്ടി आला मयार हैं ആരെയും വധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഉന്നത നിലവാരം ആണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. बुजुर्गों ने पेश किए। അത് നമ്മുടെ മഹാത്മാക്കൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ये मोमिन की जो शान है വിശ്വാസിയുടെ പ്രൗഢിയാണ് അയാൾ കോപം അടക്കിവെക്കും എന്നുള്ളത്, രഞ്ജിപ്പിലേക്ക് താൽപര്യം കാണിക്കും എന്നത്. എന്നാൽ നിഷേധിക്കൊരിക്കലും ഇത് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഈ വിശ്വാസപരമായ പ്രൗഢിയാണ് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവൃത്തിയിൽ നിന്നും नाम की ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളുടെ പ്രകടനം ഉണ്ടാകുന്നതിനു വേണ്ടി उस हकीकी तालीम का इजहार हो। ആ യഥാർത്ഥ അധ്യാപനങ്ങളുടെ പ്രകടനം ഉണ്ടാകണം. മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും രഞ്ജിപ്പ് വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപനം ആയിരിക്കണം. ഒരവസരത്തിൽ തന്റെ ഒരു മജ്ലിസിൽ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, तशरीह भी है। അത് ഈ ഹദീസിന്റെ വിശദീകരണവും ആണ്. നമ്മുടെ ജമാഅത്തിൽ पहलवानों की ताकत रखने ശക്തന്മാരുടെയും യോദ്ധാക്കളുടെയും ശക്തിയുള്ളവരെയല്ല ആവശ്യമായിട്ടുള്ളത്. वाले हों और पहलवान हों। फरमाया कि बल्कि ऐसी कुव्वत रखने वाले मतलूब हैं നമുക്ക് അതിശക്തന്മാരും യോദ്ധാക്കളും ആയവരെയല്ല വേണ്ടത്. പറയുന്നു, അത്തരത്തിലുള്ള ശക്തിയുള്ളവരെ ആണ് ആവശ്യം. ആരാണോ സ്വഭാവപരമായ പരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്, ये वाकई है തങ്ങളുടെ സ്വഭാവത്തെ മാറ്റുകയും ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവർ. പറയുന്നു,
ഇത് ഒരു യഥാർത്ഥ കാര്യമാണ്. പർവ്വതത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നവൻ അല്ല ശക്തവാൻ, ഒരിക്കലും അല്ല. പറയുന്നു, യഥാർത്ഥ യോദ്ധാവ് സ്വഭാവ പരിവർത്തനത്തിന് ശക്തിയുള്ള ആളാണ്, जो अपने आप को कंट्रोल रखता हो और अखलाक को തന്നെ സ്വയം നിയന്ത്രിക്കുന്ന ആളാണ്, സൽസ്വഭാവം സ്വായത്തമാക്കുന്നതിനുള്ള ശക്തി ഉള്ള ആളാണ്. പറയുന്നു, ഓർത്തുകൊള്ളുക, എല്ലാ ധൈര്യവും ശക്തിയും സ്വഭാവ പരിവർത്തനത്തിനായി ചിലവഴിക്കുക. കാരണം ഇത് തന്നെയാണ് യഥാർത്ഥ ശക്തിയും ധൈര്യവും. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറ്റൊരവസരത്തിൽ ഒരു സദസ്സിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തന്റെ जो अपने अखलाक सहिया को छोड़कर आदात ज़मीमा को तर्क करके खसाइल हसना को लेता है, बुरे अखलाक को छोड़ता है, बुरी आदतों को छोड़ता है, മോശം സ്വഭാവത്തെ ഉപേക്ഷിക്കുകയും മോശമായ ശീലങ്ങളെ ഉപേക്ഷിക്കുകയും നല്ല സ്വഭാവവും നല്ല ശീലങ്ങളും സ്വായത്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പറയുന്നു, वही करामत है, അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അത്ഭുത ദൃഷ്ടാന്തം. उसके लिए वही करामत है, एक मुजज़ा है और एक करामत है उसके लिए. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുത ദൃഷ്ടാന്തവും മുഅ്ജിസത്തും ആണ് ये हर एक के लिए करामत. ഈ പരിവർത്തനം. वो कहते हैं क्या करामत ഉന്നത സ്വഭാവം സ്വായത്തമാക്കുക എന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു കറാമത്താണ്. में आकर करामत यही ആളുകൾ ചോദിക്കുന്നു, എന്ത് കറാമത്താണ് ഉണ്ടായത്? എന്ത് കറാമത്താണ് ബയ്യത്തിൽ വന്ന് കാണിച്ചത്? ബയ്യത്തിൽ വന്നുകൊണ്ടുള്ള കറാമത്ത് ഇത് തന്നെയാണ്. ഉന്നത സ്വഭാവം സ്വായത്തമാക്കി തെറ്റായ സ്വഭാവം ഉപേക്ഷിച്ചു. പറയുന്നു, അഥവാ അങ്ങേയറ്റം കഠിനമായ ഹീന സ്വഭാവക്കാരൻ, കോപിഷ്ഠൻ, ദുസ്വഭാവം ഉപേക്ഷിക്കുകയും छोड़कर सखावत അനുകമ്പയുടെയും മാപ്പു നൽകലിന്റെയും സ്വഭാവം സ്വായത്തമാക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്ന സ്വഭാവം ഉപേക്ഷിച്ച് ദാനധർമ്മശീലവും അസൂയക്ക് പകരം അനുകമ്പയും കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇത് കറാമത്ത് തന്നെയാണ്. फिल्म की आदत डाली, തിന്മകൾ ഉപേക്ഷിക്കുകയും നല്ല സ്വഭാവം സ്വായത്തമാക്കുകയും हसद के बजाय കോപം ഉപേക്ഷിച്ചു മാപ്പു നൽകുന്നതിന്റെയും അനുകമ്പയുടെയും ശീലം ഉണ്ടാക്കിയെങ്കിൽ, एक इनकलाब പിശുക്കുപേക്ഷിക്കുകയും ദാനധർമ്മം നടത്തുകയും ചെയ്താൽ, വിദ്വേഷത്തിനു പകരം മറ്റുള്ളവരോട് അനുകമ്പയുടെ വികാരം ഉണ്ടെങ്കിൽ പറയുന്നു, ഇത് കറാമത്താണ്. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായ ഒരു വിപ്ലവം ആണ്. പറയുന്നു, അതുപോലെ തന്നെ ആത്മപ്രശംസയും സ്വയേഷ്ടവും ഉപേക്ഷിച്ച് വിനയവും എളിമയും സ്വീകരിക്കുമ്പോൾ ആ വിനയം തന്നെ ഒരു കറാമത്താണ്. നിങ്ങളിൽ ആരാണ് കറാമത്തുള്ളവരാകാൻ ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ളത്? പറയുന്നു, എനിക്കറിയാം, എല്ലാവരും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത് എന്നെന്നും നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ഒരു കറാമത്താണ്. എന്നെന്നും നിലനിൽക്കുന്ന ഏതെങ്കിലും കറാമത്തുണ്ടെങ്കിൽ അത് ഈ ഒരു കറാമത്താണ്, ഈ ഒരു മുഅ്ജിസത്താണ്. ഈ വിപ്ലവമാണ് നിങ്ങളിൽ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. തിന്മയെ ഉപേക്ഷിച്ചുകൊണ്ട്, ദുസ്വഭാവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഉന്നത സ്വഭാവം കരസ്ഥമാക്കുക. പറയുന്നു, करामत है जिसका असर कभी जायल नहीं होता, बल्कि नफा दूर മനുഷ്യൻ സ്വഭാവപരമായ അവസ്ഥയെ ശരിയാക്കുക. കാരണം ഇത് അത്തരത്തിലുള്ള ഒരു ദൃഷ്ടാന്തമാണ്. അതിന്റെ സ്വാധീനം ഒരിക്കലും തന്നെ പാഴായി പോവുകയില്ല. എന്നല്ല, പ്രയോജനം ദൂരത്തു വരെ എത്തും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ताला के हक भी अदा करने वाले हो, मखलूक के हक भी अदा करने वाले हो. സൃഷ്ടികൾക്കും സൃഷ്ടാവിനു മുമ്പിൽ കറാമത്തുള്ളവരായി മാറണം. അള്ളാഹുവിനു മുമ്പിലും खारक आदत नशे കറാമത്തുള്ളവരായി മാറുക, സൃഷ്ടികൾക്ക് മുമ്പിലും കറാമത്തുള്ളവരായി മാറുക. അള്ളാഹുവിനോടുള്ള കടമകളും നിറവേറ്റുന്നവരായി മാറുക, സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റുന്നവരായി മാറുക. പറയുന്നു, അനേകം ദുർവൃത്തരും സുഖലോലുപരും അത്തരക്കാരായി കണ്ടിട്ടുണ്ട്. लेकिन അവർ ഒരു വിധത്തിലുള്ള അസാധാരണമായ ദൃഷ്ടാന്തവും അംഗീകരിക്കുന്നവരല്ല. എന്നാൽ സ്വഭാവപരമായ അവസ്ഥയെ കണ്ട് അവരും തലകുനിച്ചു. വലിയ വലിയ കുറ്റവാളികൾ, പ്രശ്നക്കാർ, വലിയ വലിയ സുഖലോലുപർ ഉണ്ടായിരുന്നു. അവർ അടയാളങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ അവസ്ഥ മാറിയില്ല. എന്നാൽ സ്വഭാവപരമായ അവസ്ഥ കണ്ട് അവർ തലകുനിച്ചു, വിശ്വസിച്ചു, അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും അവർക്ക് ലഭിച്ചില്ല. പറയുന്നു, ഒരുപാട് ആളുകളുടെ ജീവചരിത്രത്തിൽ ഈ കാര്യം കാണാൻ സാധിക്കും. അവർ സ്വഭാവപരമായ കറാമത്തുകൾ കണ്ടുകൊണ്ടാണ് സത്യദീനിനെ സ്വീകരിച്ചത്. അവിടുന്ന് ഈ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് ഈ ഒരു കാര്യം വിവരിക്കുകയായിരുന്നു. ആ സമയത്ത് അങ്ങയിൽ നിന്ന് തന്നെ ഇതിന്റെ കർമ്മപരമായ ഒരു പ്രകടനവും ഉണ്ടായി. മുമ്പും ഞാൻ പല പ്രാവശ്യം ഇത് വിവരിച്ചിട്ടുണ്ട്. ആ സമയത്ത് 2 സിഖുകാർ വന്നു. സദസ്സിലിരുന്ന് അനാവശ്യ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ചീത്ത വിളിക്കാനും മോശമായി പെരുമാറാനും തുടങ്ങി. അങ്ങയുടെ സദസ്സിൽ, അങ്ങയുടെ പള്ളിയിൽ ഇരുന്ന് സംസാരിച്ചു. അവിടുന്ന് ഒന്നും പറഞ്ഞില്ല. നിശബ്ദനായി എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ
എല്ലാവരുടെയും വികാരം ഇതായിരുന്നു. അത്തരം ഉന്നതമായ സ്വഭാവത്തിന്റെ ഏതുവിധത്തിലുള്ള കർമ്മപരമായ മാതൃകയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത്. എന്നാൽ അങ്ങയുടെ സ്ഥലമായിരുന്നു, അങ്ങയുടെ സദസ്സായിരുന്നു, ആളുകളെല്ലാവരും മഹ്മദികളായിരുന്നു. എന്നിട്ടും അവിടുന്ന് ആർക്കും തന്നെ ഒന്നും പറയാൻ അനുവാദം നൽകിയില്ല. അവരുടെ വായിൽ എന്താണോ വന്നത് അതെല്ലാം തന്നെ വിളിച്ചു, ചീത്ത വിളിച്ച് വിളിക്കാവുന്നിടത്തോളം വിളിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോയി. എന്നാൽ പിന്നീട് അവരെ പോലീസ് പിടിച്ചു. ഈ ഉന്നതമായ നിലവാരം അവിടുന്ന് തന്റെ മാതൃക തന്നെ വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ സമർപ്പിച്ചു. ഈ കാര്യം വിവരിച്ചുകൊണ്ട്, അഥവാ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ശരീരേച്ഛയുടെ കീടം പുറത്തു പോകുന്നില്ല എങ്കിൽ അവന് തൗഹീദിലും വിശ്വാസമില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുന്നു, യഥാർത്ഥ കാര്യം ഇതാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലാതെ ഈ കീടം ഉള്ളിൽ നിന്ന് പുറത്തു പോവുകയില്ല. और सबसे ज्यादा ज़रर और नुकसान इनका ही है जो लोग जज्बात ശരീരേച്ഛയുടെ കീടം അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കാൻ ശ്രമിക്കണം. പറയുന്നു, ഇത് വളരെ സൂക്ഷ്മമായ കീടമാണ്. ഏറ്റവും വലിയ ക്ഷതവും നഷ്ടവും ഇതുകൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. ആരാണോ ശരീരേച്ഛയുടെ സ്വാധീനം കൊണ്ട് അള്ളാഹുവിന്റെ കടമകളിൽ നിന്നും പരിധികളിൽ നിന്നും പുറത്തു പോകുന്നത്, ഈ വിധത്തിൽ സൃഷ്ടികളോടുള്ള കടമകളും ധ്വംസിക്കുന്നത്, അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, മറിച്ച് അവരിൽ ആയിരക്കണക്കിന് ആളുകളെ മൗലവി ഫാസിലും പണ്ഡിതന്മാരും ആയി കാണാൻ സാധിക്കും. ഒരുപാട് പേരെ ഫക്കീഹികളും സൂഫികളും എന്ന് പറയപ്പെടുന്നവരായിരിക്കും. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും അവരും ഈ രോഗത്തിൽ ഉൾപ്പെട്ടവരായി കാണാം. ഇത് കേവലം അജ്ഞരായ ആളുകളുടെ കാര്യം മാത്രമല്ല, അതായത് ആ അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നിർവഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവസരം വന്നാൽ ആളുകളുടെ അവകാശം ധ്വംസിക്കാൻ ശ്രമം നടത്തുന്നു എന്നല്ല പറയുന്നു. ഒരുപാട് വിദ്യാസമ്പന്നരായ ആളുകൾ അത്തരക്കാരായുണ്ട് എന്നല്ല, ഉലമാക്കളും പണ്ഡിതന്മാരും അതിനേക്കാൾ ഉപരിയായി ദീനിന്റെ അറിവുള്ളവരിൽ സാധാരണ ലോകത്ത് അവർ വലിയ ഫിഖിഹികളും സൂഫികളും എന്ന് പറയപ്പെടുന്നവരാണ്. അവരും ഈ രോഗത്തിൽ അകപ്പെട്ടവരാണ്. അവർക്ക് അവസരം വരുമ്പോൾ എല്ലാം തന്നെ മറന്നുപോകുന്നു. അവർക്ക് പിന്നീട് അള്ളാഹുവിന് ഓർമ്മയുണ്ടാവുകയില്ല, സൃഷ്ടികളോടുള്ള കടമകളെ കുറിച്ച് ഓർമ്മയുണ്ടാവുകയില്ല, ഉന്നത സ്വഭാവത്തെക്കുറിച്ചുള്ള ചിന്തയും ഉണ്ടാവുകയില്ല. പറയുന്നു, ഈ ബിംബങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് തന്നെയാണ് ധൈര്യം. ഇതിനെ തിരിച്ചറിയുക എന്ന് തന്നെയാണ് അങ്ങേയറ്റത്തെ ബുദ്ധിയും വിവേകവും. ഈ ബിംബം ഇത് കാരണം തന്നെയാണ് പരസ്പരം കാപട്യം ഉണ്ടാകുന്നത്, ആയിരക്കണക്കിന് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നത്, ഒരു സഹോദരൻ മറ്റൊരു ആളുടെ അവകാശം ധ്വംസിക്കുന്നത്. അതുപോലെ ആയിരക്കണക്കിന് തിന്മകൾ ഉണ്ടാകാനുള്ള കാരണം ഇത് തന്നെയാണ്. പറയുന്നു, ഓരോ ദിവസവും ഓരോ നിമിഷവും ഉണ്ടാകുന്നു. സാധന സാമഗ്രികളിൽ ഇത്രമാത്രം വിശ്വാസം സമർപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ കേവലം ഉപയോഗശൂന്യമായ ഒരു അവയവമായി കണക്കാക്കുന്നു. തൗഹീദിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയവർ വളരെ കുറച്ചുപേരേ ഉള്ളൂ. അവരോട് അഥവാ പറഞ്ഞാൽ ഉടനെ ചോദിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ, കലിമ ചൊല്ലുന്നവരല്ലേ? എന്നാൽ ഖേദം ഇതാണ്, അവർ മനസ്സിലാക്കിയിരിക്കുന്നത് വായ കൊണ്ട് കലിമ ചൊല്ലിയാൽ അത് മതിയാകും എന്നാണ്. തൗഹീദിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി അത് മതിയായി എന്ന് മനസ്സിലാക്കുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ ദൃഢമായും പറയുന്നു, അഥവാ മനുഷ്യൻ കലിമ ത്വയ്യിബയുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണെങ്കിൽ, കർമ്മപരമായി അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ അത്ഭുതകരമായ കുദ്റത്ത് ദർശിക്കാൻ സാധിക്കും. പറയുന്നു, ഈ കാര്യം നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളുക. ഈ സ്ഥാനത്ത് നിൽക്കുന്ന ഞാൻ കേവലം ഒരു ഉപദേശകന്റെ സ്ഥാനത്തല്ല നിൽക്കുന്നത്, ഏതെങ്കിലും കഥ കേൾപ്പിക്കാനുമല്ല ഞാൻ നിൽക്കുന്നത്, മറിച്ച് ഞാൻ സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. ഞാൻ എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന സന്ദേശം എത്തിക്കുകയാണ്. ആരെങ്കിലും കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എനിക്ക് ഇതൊരു പ്രശ്നവുമല്ല. അതിനുള്ള മറുപടി നിങ്ങൾ സ്വയം നൽകേണ്ടതായിട്ട് വരും. എനിക്കറിയാം, ഒരുപാട് ആളുകൾ എന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടവരാണ്, അവർ തൗഹീദ് ഏറ്റുപറയുന്നവരും ആണ്. എന്നാൽ ഞാൻ ഖേദത്തോടുകൂടി പറയുന്നു, അവർ അംഗീകരിക്കുന്നവരല്ല. ഏതൊരാളാണോ തന്റെ സഹോദരന്റെ അവകാശം ധ്വംസിക്കുന്നത്, അല്ലെങ്കിൽ വഞ്ചന കാണിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാത്തത്, അയാൾ യഥാർത്ഥത്തിൽ തൗഹീദ് വിശ്വസിക്കുന്നവനാണ് എന്ന് ഞാൻ
വിശ്വസിക്കുകയില്ല. പറയുന്നു, खुदा के അള്ളാഹുവിനെ मानने के लिए साथ ही लाजिम है ഏകനായി വിശ്വസിക്കാൻ ഇത് അനിവാര്യമാണ്. അവന്റെ സൃഷ്ടികളോടുള്ള അവകാശം ധ്വംസിക്കരുത്. ഏതൊരാളാണോ തന്റെ സഹോദരന്റെ അവകാശം ധ്വംസിക്കുന്നത്, അയാളോട് വഞ്ചന കാണിക്കുന്നത്, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന വ്യക്തി, തൗഹീദ് അംഗീകരിക്കുന്ന വ്യക്തി സൃഷ്ടികളുടെ അവകാശം ധ്വംസിക്കുകയില്ല. പറയുന്നു, नेमत है ഇത് അത്തരത്തിലുള്ള ഒരു അനുഗ്രഹമാണ്. അത് ലഭിച്ച ഉടനെ തന്നെ മനുഷ്യനിൽ ഒരു അസാധാരണമായ പരിവർത്തനം ഉണ്ടാകുന്നു. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ मामूली तब्दीली तुम्हारे अंदर पैदा ഉദ്ദേശം മനസ്സിലാക്കിയാൽ ഒരു അസാധാരണമായ പരിവർത്തനം മനുഷ്യനിൽ ഉണ്ടാകുന്നു. പറയുന്നു, അയാളിൽ വിദ്വേഷം, വെറുപ്പ്, അസൂയ, കാണിച്ചുകൂട്ടൽ മുതലായ ബിംബങ്ങൾ ഉണ്ടാവുകയില്ല. അള്ളാഹുമായി അയാൾക്ക് സാമീപ്യം ഉണ്ടാകും. ഈ പരിവർത്തനം അപ്പോഴായിരിക്കും ഉണ്ടാവുക, അപ്പോഴായിരിക്കും അയാൾ യഥാർത്ഥ തൗഹീദുവാദിയാവുക. എപ്പോഴാണോ ആന്തരികമായ ഈ ബിംബങ്ങൾ, അഹങ്കാരം, സ്വയേഷ്ടം, കാണിച്ചുകൂട്ടൽ, വിദ്വേഷം, അസൂയ, ശത്രുത, വെറുപ്പ്, കാപഢ്യം, വാഗ്ദാന ലംഘനം മുതലായവ ദൂരപ്പെടുന്നത്. हकीकी मुआहिद बनना है, യഥാർത്ഥ തൗഹീദുവാദി ആകണം तकब्बुर भी छोड़ना होगा, എന്നുണ്ട് എങ്കിൽ അഹങ്കാരം ഉപേക്ഷിക്കേണ്ടതായി വരും, സ്വയേഷ്ടം ഉപേക്ഷിക്കേണ്ടതായി വരും, കാണിച്ചുകൂട്ടലും പ്രകടനാത്മകതയും ഉപേക്ഷിക്കേണ്ടതായി വരും, ശത്രുതയും വിദ്വേഷവും ഉപേക്ഷിക്കേണ്ടതായി വരും. ആരെങ്കിലും രഞ്ജിപ്പിനായി വരുന്നുവെങ്കിൽ, മാപ്പ് ചോദിക്കുകയാണ് എങ്കിൽ അയാൾക്ക് മാപ്പ് നൽകേണ്ടതായി വരും. വിദ്വേഷം ഹൃദയത്തിൽ വളർത്താൻ പാടില്ല, ശത്രുത വെക്കാൻ പാടില്ല, അസൂയയും പിശുക്കും ഉപേക്ഷിക്കേണ്ടതായി വരും, निफाक और बदअहदी को भी छोड़ना होगा। കാപഢ്യവും വാഗ്ദാന ലംഘനവും ഉപേക്ഷിക്കേണ്ടതായി വരും. ഈ കാര്യം എല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടുന്ന് പറയുന്നു, അപ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ തൗഹീദ്വാദിയായി മാറുക. അപ്പോഴായിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടുന്ന് പറയുന്നു, ഏതുവരെ ഈ ബിംബം ഉള്ളിലുണ്ടോ അതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ എങ്ങനെ സത്യവാനാകാനാണ്? കാരണം അയാളിൽ തവക്കുലിന്റെ നിഷേധം ആണുള്ളത്. नफी मकसूद है, बस ये पक्की बात है। ഇത് ഒരു ഉറച്ച കാര്യമാണ്. കേവലം വായ കൊണ്ട് അള്ളാഹുവിനെ ഏകനും പങ്കുകാരനില്ലാത്തവനുമാണ് अभी मुंह से कलम എന്ന് പറയുന്നത് കേവലം ഒരു പ്രയോജനവും ചെയ്യുകയില്ല. ഇപ്പോൾ നാവ് കൊണ്ട് തന്നെ കലിമ ചൊല്ലുന്നു. ഏതെങ്കിലും ഒരു കാര്യം ഇഷ്ടത്തിനെതിരായി ഉണ്ടായാൽ കോപത്തെയും ദേഷ്യത്തെയും ദൈവമാക്കുന്നു. कि इंसान ചുരുക്കം ഇതാണ്, के अंदर മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ശരീരേച്ഛയുടെ കൃമി അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലാതെ പുറത്തു പോവുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം യഥാർത്ഥ തൗഹീദിൽ നിലനിൽക്കാതെ കരസ്ഥമാക്കാനും സാധിക്കുകയില്ല. मुंह से कह देने से കേവലം വായ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യൻ തൗഹീദ്വാദി ആവുകയില്ല. തൗഹീദിവാദി ആകുന്നതിന് അള്ളാഹുവിനെ എല്ലാ ശക്തിയുടെയും ഉടമസ്ഥനായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. हकीकी समझना जरूरी है। അവനെ യഥാർത്ഥ ആരാധകനായി മനസ്സിലാക്കേണ്ടത് ताकतों का मालिक അനിവാര്യമാണ്. അഥവാ അള്ളാഹുവിനെ എല്ലാ ശക്തിയുടെയും ഉടമസ്ഥനായി മനസ്സിലാക്കിയാൽ, യഥാർത്ഥ ആരാധകനായി മനസ്സിലാക്കിയാൽ, പിന്നീട് ഭൗതിക തന്ത്രം കൊണ്ടോ ഭൗതിക ഒഴിവുകഴിവുകൾ കൊണ്ടോ വിവിധ മാർഗങ്ങളിലൂടെയോ മനുഷ്യൻ മറ്റുള്ള മനുഷ്യരുടെ അവകാശം ധ്വംസിക്കുകയില്ല. भाइयों के हक अदा नहीं करता, जो सुलह की तरफ ആരാണോ തങ്ങളുടെ സഹോദരങ്ങളോടുള്ള കടമകൾ നിറവേറ്റാത്തത്, ആരാണോ वो खत्म नहीं करता, രഞ്ജിപ്പിലേക്ക് ചുവടുവെക്കാത്തത്, ആരാണോ ശത്രുതകൾ അവസാനിപ്പിക്കാത്തത്, അവർ തൗഹീദ് അംഗീകരിക്കുന്നവരല്ല. कि अगर इसे समझ लिया जाए तो हम सब हमेशा सुलह ഈ പോയിന്റ് അത്തരത്തിലുള്ള ഒന്നാണ്. അഥവാ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം എപ്പോഴും രഞ്ജിപ്പിന് അടിത്തറ കുറിക്കുന്നവരായിരിക്കും, മറ്റുള്ളവരോടുള്ള കടമകൾ നിറവേറ്റുന്നവരായി മാറും. നമ്മളിൽ ഓരോരുത്തരും ഈ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. वरना हमारे लिए അതല്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഖേദകരമായ നിമിഷമാണ്. നാവ് കൊണ്ട് തൗഹീദ് എന്ന് വാദിക്കുന്നു, എന്നാൽ കർമ്മം കൊണ്ട് അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. इस्लाम ने ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗ്രന്ഥം ഇസ്ലാം മത തത്വജ്ഞാനത്തിൽ की किस्मों का जिक्र തിന്മകൾ ഉപേക്ഷിക്കുന്നതിന്റെ വിവിധ തരത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഒരു തരം അവിടുന്ന് ഇതാണ് വിവരിച്ചിരിക്കുന്നത്, शर को किस तरह किया जा सकता അതായത് തിന്മയെ എപ്രകാരമാണ് ഉപേക്ഷിക്കുക, എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും, എങ്ങനെയാണ് അത് ഉപേക്ഷിക്കപ്പെടുന്നത്, तरीके हैं उसके, അതിനുള്ള വിവിധ മാർഗങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇതാണ്, कि दूसरों को जुल्म की राह से
മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കുകയും ശാരീരികമായ ബുദ്ധിമുട്ട് ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്യുക. കുഴപ്പമുണ്ടാക്കാതിരിക്കുക. രഞ്ജിപ്പിന്റെ ജീവിതം കഴിച്ചുകൂട്ടുക. തിന്മ ഉപേക്ഷിക്കുന്നതിന്റെ ഒരു തരം ഇതാണ്. ऐसी जिंदगी गुजारना, किसी भी തികച്ചും जुल्म ഒരാളുടെ മേലും ഒരു വിധത്തിലുള്ള അക്രമം കാണിക്കാത്ത ജീവിതം കഴിച്ചുകൂട്ടുക. ആർക്കും നഷ്ടം വരുത്താതിരിക്കുക എന്നല്ല, പൂർണ്ണമായ നിലയിൽ കുഴപ്പം ഇല്ലാത്തവരായി മാറുക. രഞ്ജിപ്പിന് അടിത്തറ കുറിക്കുക. രഞ്ജിപ്പോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടുക. പരസ്പരം സ്നേഹവും അനുരക്തിയും വർദ്ധിപ്പിക്കുക. ഇത് നിർബന്ധമാണ്. അവിടുന്ന് തുടർന്ന് പറയുന്നു, ഇതിനെക്കുറിച്ച് നിശ്ചയമായും രഞ്ജിപ്പ് ഉന്നതമായ ഒരു സ്വഭാവ ഗുണം ആണ്. മനുഷ്യത്വത്തിനായി അങ്ങേയറ്റം അത്യാവശ്യമായിട്ടുള്ളതാണ്. के मुनासिब हाल ഈ സ്വഭാവത്തിന് जो बच्चे में होती है, जिसकी तादीब ആവശ്യമായി കുട്ടികളിലുള്ള പ്രകൃതിപരമായ ശക്തി അതിന്റെ അവസരോചിതമായ ഉപയോഗത്തിലൂടെ അത് സ്വഭാവ ഗുണമായി തീരുന്നു. അതായത് സ്നേഹവും സാഹോദര്യവും പറയുന്നു. ഇത് വളരെ വ്യക്തമാണ്. മനുഷ്യൻ കേവലം പ്രകൃതിപരമായ അവസ്ഥയിൽ, അതായത് മനുഷ്യൻ ബുദ്ധിയില്ലാത്തവനാകുമ്പോൾ മാത്രമേ രഞ്ജിപ്പിന്റെ വിഷയം മനസ്സിലാക്കാതിരിക്കുകയുള്ളൂ. അതുപോലെ കലഹത്തിന്റെ വിഷയവും മനസ്സിലാക്കാതിരിക്കുകയുള്ളൂ. अगर ये खुल्क जो है ये बच्चों में पैदा होता है, फितरत का ഈ സ്വഭാവം കുട്ടികളിൽ ഉള്ള പ്രകൃതിപരമായ ഒരു സ്വഭാവ ഗുണം ആണ്. അതായത് രഞ്ജിപ്പ് അല്ലെങ്കിൽ രഞ്ജിപ്പിലേക്ക് ചൂടുവെക്കുക എന്നത്. കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ മറന്നുപോകുന്നു, രഞ്ജിപ്പിലേക്ക് മുന്നേറുന്നു. അവിടുന്ന് പറയുന്നു, മനുഷ്യൻ പ്രകൃതിപരമായ ഈ അവസ്ഥയെ को उसी वक्त समझ सकता है जब അപ്പോഴായിരിക്കും മനസ്സിലാക്കുക എപ്പോഴാണോ ബുദ്ധിയുള്ളത്. ബുദ്ധിയില്ല എങ്കിൽ രഞ്ജിപ്പിന്റെ വിഷയം മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ जंगजोई के मजमून को समझ सकता है। കലഹത്തിന്റെ വിഷയവും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. इन हालात में ഏത് സമയത്താണ് രഞ്ജിപ്പ് ചെയ്യേണ്ടത്, ഏതവസ്ഥയിലാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നെല്ലാം जो एक आदत പറയുന്നു. पाई जाती है, അപ്പോൾ അവനിൽ ഉണ്ടാകുന്ന രഞ്ജിപ്പിന്റെ ഒരു ശീലം അത് രഞ്ജിപ്പിന്റെ ശീലത്തിന്റെ ഒരു അടിവേരാണ്. എന്നാൽ അത് ബുദ്ധിപൂർവമോ ചിന്താശേഷി കൊണ്ടോ പ്രത്യേക ഉദ്ദേശത്താലോ അല്ലാത്തതുകൊണ്ട് അത് സ്വഭാവ ഗുണത്തിൽ ഉൾപ്പെടുകയില്ല. എന്നല്ല, സ്വഭാവ ഗുണത്തിൽ ഉൾപ്പെടുക മനുഷ്യൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ സ്വയം കുഴപ്പമുണ്ടാക്കുന്നവനാക്കാതെ രഞ്ജിപ്പിന്റെ സ്വഭാവത്തെ അതിന്റെ അവസരത്തിൽ ഉപയോഗിക്കുമ്പോഴാണ്. इंसान में यह ताकत नहीं है അഥവാ മനുഷ്യനിൽ ബുദ്ധിയില്ല എങ്കിൽ, ശക്തിയില്ല എങ്കിൽ, ആ സമയത്ത് അല്ലെങ്കിൽ കുട്ടിയുടെ അവസ്ഥയിൽ അതൊരു ഉന്നത സ്വഭാവം അല്ല. ഉന്നത സ്വഭാവം മുഴുവൻ അവസ്ഥയുടെ ചിത്രവും മുന്നിൽ ഉണ്ടാവുകയും പിന്നീട് മനുഷ്യൻ ഉദ്ദേശിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് പിന്നീട് രഞ്ജിപ്പിന് അടിസ്ഥാനം കുറിക്കുകയും അതിനെ അതിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ആയിത്തീരുന്നത്. അതല്ല എങ്കിൽ ചില സമയത്ത് രാജ്യങ്ങൾക്കിടയിൽ, സമൂഹങ്ങൾക്കിടയിൽ യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടാകുമ്പോൾ, അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ തീരുമാനമെടുക്കുന്നു. आपसे दूर होकर नहीं, अकल से हटकर नहीं, എന്നാൽ നീതിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടല്ല, सोच समझ कर ബുദ്ധിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടല്ല, മറിച്ച് അവസരോചിതമായി ചിന്തിച്ചു മനസ്സിലാക്കി തീരുമാനം ഉണ്ടാക്കുക. सही मौके पर हो तो ये രഞ്ജിപ്പിന്റെ അടിസ്ഥാനവും ശരിയായ സ്ഥാനത്തായിരിക്കണം, ശരിയായ അവസരത്തിലായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇത് ഉന്നതമായ ഒരു സ്വഭാവമാണ്. അപ്പോഴാണ് അത് ഉന്നത സ്വഭാവമായി തീരുക. പറയുന്നു, മനുഷ്യൻ സ്വയം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാക്കാത്തവൻ ആക്കുന്നതായിരിക്കും രഞ്ജിപ്പിന്റെ സ്വഭാവ ഗുണം അതിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതും ये तालीम फरमाता है। അനവസരത്തിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നതിൽ അള്ളാഹു ഈ അധ്യാപനം നൽകുന്നു. ज़ात बैनकुम, വഅസ്ലിഹു ज़ात ബൈനക്കും, कि अपने दरमियान इस्लाह करो, തങ്ങൾക്കിടയിൽ खैर രഞ്ജിപ്പ് ഉണ്ടാക്കുക. വസ്സുലു ഖൈറുൻ, രഞ്ജിപ്പ് ഏതായിരുന്നാലും ഏറ്റവും ഉത്തമമായതാണ്. बिस्सल में വ ഇൻ ജനഹു ബിസ്സൽമി ഫജ്നഹ് ലഹാ, कि अगर वो सुलह के लिए झुक जाएं അഥവാ അവർ രഞ്ജിപ്പിലേക്ക് ചായുകയാണെങ്കിൽ നീയും അവരിലേക്ക് രഞ്ജിപ്പിനായി ചായുക. അഥവാ ശത്രുക്കൾ രഞ്ജിപ്പിനായി सुलह की तरफ मायल हो, വരികയാണെങ്കിൽ അല്ലെങ്കിൽ മറുകക്ഷി രഞ്ജിപ്പിലേക്ക് തിരിയുകയാണെങ്കിൽ സുൽഹ് ചെയ്യുക. जनहु बिस्सल में വൈൻ ജനഹു ബിസ്സൽമി ഫഇന്നഹാ ലഹാ. अल्लाह ताला कि वह इबादुर रहमान है, വീണ്ടും അള്ളാഹു പറയുന്നു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, और रहमान के बंदे वो हैं जो जमीन पर കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദാസർ അവരാണ്, അവർ ഭൂമിയിൽ വിനയത്തോടും എളിമയോടും കൂടി ചലിക്കുന്നു.
വീണ്ടും പറയുന്നു വഇദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ. അവർ നിരർത്ഥക കാര്യങ്ങളുടെ സമീപത്തുകൂടി കടന്നുപോകുമ്പോൾ പ്രൗഢിയോടുകൂടി കടന്നുപോകുന്നു. പിന്നീട് അവിടുന്ന് ഈ ആയത്തിന്റെ ഭാഗം കോട്ട് ചെയ്യുന്നു, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഏറ്റവും ഉത്തമമായതുകൊണ്ട് പ്രതിരോധിക്കുക. അപ്പോൾ നിങ്ങൾക്കും ശത്രുതയുള്ള ആൾക്കും ഇടയിൽ, അതായത് ഏറ്റവും ഉന്നതമായത് കൊണ്ട് പ്രതിരോധിക്കുകയാണെങ്കിൽ അയാൾ നിങ്ങളുടെ ആത്മമിത്രമായി മാറും. അവിടുന്ന് പറയുന്നു, അതായത് പരസ്പരം രഞ്ജിപ്പ് ചെയ്യുക. രഞ്ജിപ്പിലാണ് നന്മയുള്ളത്. അവർ രഞ്ജിപ്പിനായി കുറിഞ്ഞാൽ നിങ്ങളും അതിലേക്ക് തിരിയുക. അള്ളാഹുവിന്റെ നല്ല ദാസർ രഞ്ജിപ്പോടുകൂടി ഭൂമിയിലൂടെ ചരിക്കുന്നവരാണ്. അഥവാ അവർ ആരിൽ നിന്നെങ്കിലും ഏതെങ്കിലും നിരർത്ഥക കാര്യങ്ങൾ കേട്ടാൽ അത് യുദ്ധത്തിന്റെ തുടക്കവും കലഹത്തിന്റെ ആരംഭവുമാണ് എങ്കിൽ അവർ പ്രൗഢിയോടുകൂടി അവിടെ നിന്ന് കടന്നുപോകുന്നു. അതായത് അഥവാ നിരർത്ഥക കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നാൽ അത് മുഖേന കലഹമുണ്ടാകും എന്ന ഭയമുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പ്രൗഢിയോടുകൂടി അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുന്നു. പറയുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളിൽ കലഹിക്കുകയില്ല. അതായത് ഏതുവരെ വലിയ പ്രയാസം ഉണ്ടാകുന്നില്ലയോ അതുവരെ കലഹ നല്ലതായി കരുതുകയില്ല. രഞ്ജിപ്പിന്റെ അവസരം മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാനം ഇതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക, മാപ്പ് നൽകുക. ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ലഘു എന്ന വാക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നത് അറബി ഭാഷയിൽ ലഘു എന്ന് ഈ കാര്യത്തിനാണ് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ കുഴപ്പം ഉണ്ടാക്കാനായി ഈ വിധത്തിൽ ശ്രമം നടത്തുക, അല്ലെങ്കിൽ ഉദ്ദേശത്തോടുകൂടി അയാളിൽ നിന്ന് അത്തരം പ്രവൃത്തി ഉണ്ടാവുക, അതായത് അത് മുഖേന ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടമോ പ്രശ്നമോ ഉണ്ടാവുകയില്ല. വായ കൊണ്ട് നിരർത്ഥകമായ കാര്യങ്ങൾ പറയുക, ചീത്ത പറയുക, അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കണം എന്ന നീയത്ത് ഉണ്ടെങ്കിലും അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ രഞ്ജിപ്പിന്റെ അടയാളം ഇതാണ്. അത്തരം നിരർത്ഥകമായ പ്രയാസത്തെ കണ്ണടച്ചു കളയുക. അഥവാ ആരെങ്കിലും ചെറിയ തോതിൽ നഷ്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അതിനെ കണ്ണടച്ചു കളയുക, അതിനെ ഉപേക്ഷിക്കുക. പ്രൗഢിയുടെ സ്വഭാവം ഈ വിധത്തിൽ പ്രവർത്തിക്കുക എന്നതാണ്. അവിടുന്ന് പറയുന്നു, ഏതെങ്കിലും വ്യക്തി കുഴപ്പം ഉണ്ടാക്കുകയും ചീത്ത വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ രഞ്ജിപ്പോടുകൂടി മറുപടി അയാൾക്ക് നൽകുക. അപ്പോൾ ഈ സ്വഭാവം കൊണ്ട് ശത്രു പോലും മിത്രമായി മാറും. വീണ്ടും അവിടുന്ന് ഒരു സ്ഥലത്ത് പറയുന്നു, ഈ ജമാഅത്തിനെ തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്: നാവ്, ചെവി, കണ്ണ്, എല്ലാ അവയവങ്ങളിലും തഖ്വ അലിഞ്ഞു ചേരുക. തഖ്വയുടെ പ്രകാശം അവിടെ അകവും പുറവും ഉണ്ടാവുക. സ്വഭാവ ഗുണങ്ങളുടെ ഉന്നത മാതൃക ഉണ്ടായിരിക്കണം. അനാവശ്യമായ കോപവും ദേഷ്യവും ഒരിക്കലും ഉണ്ടാകരുത്. അവിടുന്ന് പറയുന്നു, ജമാഅത്തിലെ അധികം ആളുകളിലും കോപത്തിന്റെ ന്യൂനത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വെറുപ്പും വിദ്വേഷവും ജനിക്കുന്നു. പരസ്പരം കലഹിക്കാനും വഴക്കടിക്കാനും തുടങ്ങുന്നു. അത്തരം ആളുകൾക്ക് ജമാഅത്തുമായി യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ കാര്യത്തിൽ എന്തൊരു പ്രയാസമാണുള്ളത്. അഥവാ ഒരാൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആൾ നിശബ്ദനാകുന്നതിൽ, അയാൾക്ക് മറുപടി പറയാതിരിക്കുന്നതിൽ. എല്ലാ ജമാഅത്തിന്റെയും പരിഷ്കരണം ആദ്യം സ്വഭാവത്തിൽ നിന്നാണ് ആരംഭിക്കുക. ആരംഭത്തിൽ ക്ഷമയോടുകൂടി തർബീയത്തിൽ പുരോഗതി കൈവരിക്കേണ്ടതാണ്. ഏറ്റവും ഉന്നതമായ രീതി ഇതാണ്. പറയുന്നു, ഏറ്റവും ഉന്നതമായ രീതി ഇതാണ്. അഥവാ ആരെങ്കിലും ചീത്ത വിളിക്കുകയാണെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി ഹൃദയവേദനയോടുകൂടി ദുആ ചെയ്യുക, അള്ളാഹു അയാളുടെ പരിഷ്കരണം നടത്തുന്നതിനു വേണ്ടി. ഹൃദയത്തിൽ വിദ്വേഷം ഒരിക്കലും വർദ്ധിപ്പിക്കാതിരിക്കുക. അവിടുന്ന് പറയുന്നു, ഏതുപോലെ ലോകത്തിൽ ഒരു നിയമമുണ്ടോ അതുപോലെ അള്ളാഹുവിനും ഒരു നിയമമുണ്ട്. ലോകം അതിന്റെ നിയമം ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അള്ളാഹു പിന്നെ അവന്റെ നിയമം എങ്ങനെ ഉപേക്ഷിക്കാനാണ്? ഏതുവരെ പരിവർത്തനം ഇല്ലയോ അതുവരെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഇല്ല.
പറയുന്നു, അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അനുകമ്പ, ക്ഷമ, വിട്ടുവീഴ്ച ഇതെല്ലാം ഉന്നത ഗുണങ്ങൾ ആണ്. അതിന്റെ സ്ഥാനത്ത് മൃഗീയത ആയിരിക്കട്ടെ. അഥവാ നിങ്ങൾ ഈ സ്വഭാവ ഗുണത്തിൽ പുരോഗതി നേടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുലേക്ക് എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ലക്ഷ്യം में शामिल होना, അങ്ങയുടെ ജമാഅത്തിൽ ചേർന്നുകൊണ്ട് खुदा ताला ഇതാണ്, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക, की तौहीद को യഥാർത്ഥ തൗഹീദിനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുക. आपने फरमाया कि इसके लिए അതുപോലെ इन अखलाक को പിന്നീട് അവിടുന്ന് പറഞ്ഞു, जो हुकूकुल लिबास से ताल्लुक रखते അതിനായി ഈ സ്വഭാവ ഗുണങ്ങൾ സ്വായത്തമാക്കേണ്ടതായി വരും. ഏതൊന്നാണോ സൃഷ്ടികളോടുള്ള കടമകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഏതൊന്നാണോ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിലൂടെ ലഭിക്കുന്നത്. അവിടുന്ന് ഒരവസരത്തിൽ ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അഥവാ ഞാനുമായി ബന്ധം വെച്ചിട്ടുണ്ട് എങ്കിൽ, എന്റെ ബൈഅത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നുവെങ്കിൽ ഉന്നത സ്വഭാവം സ്വായത്തമാക്കേണ്ടതായി വരും. കുഴപ്പത്തിന്റെയും പ്രശ്നത്തിന്റെയും അവസ്ഥയെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അവിടുന്ന് ഇതുമായി ബന്ധപ്പെട്ട് താനുമായി ബന്ധമുള്ളവരോട് പറയുന്നു, അവർ ഹൃദയം ശുദ്ധീകരിക്കുക, തങ്ങളുടെ മാനുഷികമായ കാരുണ്യത്തിന് പുരോഗതി നൽകുക, ദുഃഖിതരോട് അനുകമ്പയുള്ളവരായി മാറുക, ഭൂമിയിൽ രഞ്ജിപ്പ് വ്യാപിപ്പിക്കുക. അത് മുഖേന അവരുടെ ദീൻ വ്യാപിക്കുന്നതായിരിക്കും, ഇസ്ലാം വ്യാപിക്കും, തബ്ലീഗിനുള്ള മാർഗങ്ങൾ തുറക്കപ്പെടും. അവിടുന്ന് പറയുന്നു, എഴുന്നേൽക്കുക, തൗബ ചെയ്യുക, തങ്ങളുടെ നാഥനെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുക. വീണ്ടും മറ്റൊരു സ്ഥലത്ത് തന്റെ ജമാഅത്തിനെ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും ഉപേക്ഷിക്കുന്നതിനും മനുഷ്യ സമൂഹത്തോട് അനുകമ്പ കാണിക്കാനും രഞ്ജിപ്പിന് അടിത്തറ കുറിക്കാനും ഉപദേശിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഞാൻ ഇപ്പോൾ എന്റെ ജമാഅത്തിനെ എന്നെ മസീഹെ മൗദായി വിശ്വസിക്കുന്നവരെ പ്രത്യേകമായ നിലയിൽ മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവർ എല്ലായ്പ്പോഴും ഈ അവിശുദ്ധ ശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. എന്നെ അള്ളാഹു മസീഹ് മൗദായി അയച്ചിരിക്കുന്നത്, ഹദ്റത്ത് മസീഹ് ഇബ്നു മറിയമിന്റെ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നു, കുഴപ്പത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, മനുഷ്യ സമൂഹത്തോട് അനുകമ്പയുടെ കടമ നിറവേറ്റുക, തങ്ങളുടെ ഹൃദയങ്ങളെ വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ശുദ്ധമാക്കുക. ഇതുമൂലം നിങ്ങൾ മലക്കുകളെ പോലെ ആയിത്തീരുന്നതാണ്. എത്രമാത്രം നീചവും മോശവുമായ മതമാണ് ആ മതം. ഏതൊന്നിലാണോ മനുഷ്യത്വത്തോടുള്ള അനുകമ്പയില്ലാത്തത്, എത്രമാത്രം അവിശുദ്ധമാണ് ആ മാർഗം. ഏതൊന്നാണോ ശരീരേച്ഛയുടെ വിദ്വേഷത്തിന്റെ മുള്ളുകളാൽ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നോടൊപ്പം ഉള്ള നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ ചിന്തിക്കുക, മതം കൊണ്ട് എന്താണ് ലഭിക്കുന്നത്? എല്ലായ്പ്പോഴും ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുക എന്നതാണോ നിങ്ങളുടെ രീതി? അങ്ങനെയല്ല, മറിച്ച് മതം ആ ജീവിതം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ്. ഏതൊന്നാണോ ദൈവത്തിൽ നിന്നുള്ളത്, ആ ജീവിതം അയാൾക്കും ആ ജീവിതം ആർക്കും ലഭിച്ചിട്ടില്ല, ഭാവിയിൽ ലഭിക്കുകയുമില്ല, ഏതുവരെ ദൈവിക ഗുണങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ലയോ. അള്ളാഹുവിനു വേണ്ടി എല്ലാവരോടും കരുണ കാണിക്കുക. ആ ജീവിതം കരസ്ഥമാക്കണമെന്നുണ്ട് എങ്കിൽ ഒരു പരിശ്രമവും ഇല്ലാതെ അത് ലഭിക്കുകയില്ല. ഉന്നതമായ സ്വഭാവം കരസ്ഥമാക്കാതെ ലഭിക്കുകയില്ല. പറയുന്നു, അള്ളാഹുവിന് വേണ്ടി എല്ലാവരോടും കരുണ കാണിക്കുക, ആകാശത്ത് നിങ്ങളോട് കരുണ ചൊരിയുന്നതിനു വേണ്ടി. വരുവിൻ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു മാർഗം ഞാൻ പഠിപ്പിച്ചു തരാം. അത് മുഖേന നിങ്ങളുടെ പ്രകാശം എല്ലാ പ്രകാശങ്ങളുടെ മേലും അതിജയിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവിധത്തിലുള്ള നീചമായ വെറുപ്പും അസൂയയും ഉപേക്ഷിക്കുകയും മനുഷ്യ സമൂഹത്തോട് അനുകമ്പയുള്ളവരായി തീരുകയും ചെയ്യുക. ദൈവത്തിൽ ലയിച്ചു ചേരുക, അവനുമായി ഉന്നതമായ നിലയിലുള്ള സുതാര്യത കൈവരിക്കുക. ഈ ഒരു മാർഗം അത് മുഖേനയാണ് കറാമത്തുകൾ ഉണ്ടാകുന്നത്, ദുആകൾ സ്വീകരിക്കപ്പെടുന്നത്, മലക്കുകൾ സഹായത്തിനായി വരുന്നത്. എന്നാൽ ഇതൊരു ദിവസത്തെ ജോലിയല്ല. പുരോഗതി നേടുക, പുരോഗതി നേടുക. ആ അലക്കുകാരനിൽ നിന്ന് പാഠം പഠിക്കുക. അയാൾ ആദ്യമായി വസ്ത്രങ്ങളെ ചൂളയിൽ ജ്വലിപ്പിക്കുന്നു. അങ്ങനെ അഗ്നിയുടെ സ്വാധീനം എല്ലാ മാലിന്യങ്ങളും അഴുക്കും വസ്ത്രത്തിൽ നിന്ന് മാറ്റുന്നു. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു, വെള്ളത്തിലെത്തുന്നു, വെള്ളം കൊണ്ട് വസ്ത്രം നനക്കുന്നു, പല പ്രാവശ്യം കല്ലിൽ വെച്ചടിക്കുന്നു. അപ്പോൾ വസ്ത്രത്തിനകത്ത് ഉള്ളിൽ ഉണ്ടായിരുന്ന ആ മാലിന്യം അതിന്റെ ഭാഗമായി തീർന്നിരുന്നത് കുറച്ച് അഗ്നി കൊണ്ടുള്ള പ്രയാസമേറ്റുകൊണ്ടും കുറച്ച് വെള്ളത്തിൽ അലക്കുകാരന്റെ കൈകൾ കൊണ്ടുള്ള അടിയും കൊണ്ടും ഒന്നിച്ച് ഇല്ലാതാകാൻ തുടങ്ങുന്നു. വസ്ത്രം അലക്കുമ്പോൾ അത് കൂടെ കൂടെ
ഉരയ്ക്കേണ്ടതായി വരുന്നു. അല്ലെങ്കിൽ അലക്കുകാരൻ അതിനെ കല്ലിന്മേൽ അടിക്കുന്നു. ഇന്നാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, അത് അതിനെ വേഗതയിൽ കറക്കുന്നു. ഏതുവരെ എന്നാൽ അഴുക്ക് ഒഴുകിപ്പോകുന്നു. ഈ ഉദാഹരണം ആണ് അവിടുന്ന് നൽകിയത്. പറയുന്നു, ഏതുവരെ എന്നാൽ വസ്ത്രം വെളുക്കുന്നു, ഏതുപോലെ തുടക്കത്തിൽ ഉണ്ടായിരുന്നുവോ. ഇത് തന്നെയാണ് മനുഷ്യന്റെ മനസ്സും വെളുപ്പിക്കുന്നതിനുള്ള മാർഗം. ഏതുപോലെ വസ്ത്രം കഴുകുന്നുവോ അതുതന്നെയാണ് മനുഷ്യന്റെ മനസ്സ് വൃത്തിയാക്കുന്നതിനുള്ള മാർഗവും. നിങ്ങളുടെ മോക്ഷം ഈ വെളുപ്പിക്കൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഈ കാര്യമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതായത് ആ ആത്മാവ് മോക്ഷം പ്രാപിച്ചു. ആരാണോ വിവിധങ്ങളായ മാലിന്യത്തിൽ നിന്നും ഷിർക്കിൽ നിന്നും ശുദ്ധമായത്. ഈ വിധത്തിൽ തങ്ങളുടെ നഫ്സിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഏതുപോലെയാണോ വസ്ത്രം കഴുകുന്നതിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിൽ അവിടുന്ന് സമർപ്പിച്ചത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം അങ്ങയുടെ അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തോട് അനുകമ്പ കാണിക്കുന്നവരായി മാറട്ടെ. രഞ്ജിപ്പിന് അടിത്തറ കുറിക്കുന്നവരായി മാറട്ടെ. തൗഹീദിന്റെ ശരിയായ ഗ്രാഹ്യം കരസ്ഥമാക്കുന്നവരായി തീരണം. സമൂഹത്തിൽ സ്നേഹവും അനുരക്തിയും വിതരണം ചെയ്യുന്നവരായി മാറണം. ഭൗതിക ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും തങ്ങളുടെ മേൽ അധീശത്വം നേടാൻ ഇടവരാതിരിക്കട്ടെ. എന്നല്ല, അള്ളാഹുവിന്റെ പ്രീതി അന്വേഷിക്കുന്നവരായി നാം മാറുക. ഇതായിരിക്കണം എല്ലായ്പ്പോഴും നമ്മുടെ ലക്ഷ്യം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.